ഈ ഉള്ളിയുടെ പരിചരണ രീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് നനവ് ഇറിഗേഷൻ ഏകദേശം ഒരു നല്ല രീതിയിൽ വേണ്ടുന്ന ഒരു വിളയാണ്. നല്ല രീതിയിലെന്ന് പറയുന്നത് കൂടിപ്പോകുകയും ചെയ്യരുത്, എന്നാൽ കുറഞ്ഞു പോവുകയും ചെയ്യും. മണ്ണിൽ ഈർപ്പം എപ്പോഴും നിലനിൽക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ച് വേണം ഇതിൻ്റെ 3-4 മാസം നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് അവസാനം ഈ ഹാർവെസ്റ്റ് ചെയ്യാറാവുമ്പോഴേക്കും ജലസേചനം പതുക്കെ കുറച്ച് കൊണ്ടുവരണം. എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിയുടെ വേറെ രോഗമൊന്നും വരാതെ, അഴുകലൊന്നും വരാതെ നമുക്ക് നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. വാഴയിനങ്ങളിൽ റോബസ്റ്റ, മൊന്തൻ, നേന്ത്രൻ, രസകദളി, ഈ വാഴക്കുടങ്ങൾ നമ്മുടെ മനസ്സിനുള്ളിൽ വിടരുന്നത് പോലെയില്ലേ? തുടുപ്പും മുഴുപ്പുമുള്ള കുലകൾ സെലക്ട് ചെയ്ത് മുറിപ്പിച്ചുകൊണ്ടു പോകാം ഇവിടെ നിന്നും. ഈ ആനേറ വേൾഡ് മാർക്കറ്റിൻ്റെ ബിൽഡിങ്ങുകളുടെ ഇടയിലായിട്ടും അതിന് പുറമേ ആയിട്ടും മതിൽക്കെട്ടിനുള്ളിൽ ഒരുപാട് കൃഷിസ്ഥലമുണ്ട്. കൃഷിസ്ഥലം എന്ന് ഉദ്ദേശിക്കുന്നത് മുൻപ് കാട് കയറി കിടന്ന് തരിശായി വേസ്റ്റായി കിടന്നിരുന്ന സ്ഥലം മഴ വരുന്ന സമയത്ത് ഈ കാട് വളർന്നിട്ട് ഇഴജന്തുക്കളും ഒക്കെ കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് ലേബർ കോസ്റ്റ് ഒരുപാട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് നമുക്ക് ആ സ്ഥലം കൃഷി ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് പച്ചക്കറികളും വാഴയും വിവിധ ഇനം വാഴകളും ഒക്കെ കൃഷി തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഒരു കൃഷിത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് നേന്ത്രൻ വാഴ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മൊന്തൻ, റോബസ്റ്റ, രസകദളി ഇവയുടെയൊക്കെ തൈകൾ നട്ടുവരുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കാലാകാലങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ കൃഷി ചെയ്യുകയും ആ കൃഷിയിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ ലേലത്തിൽ കൊടുക്കുകയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് ഇത് കർഷകർക്ക് അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നേരിട്ട് കൊടുത്തുകൂടാ എന്നൊരു ചിന്ത നമ്മളിൽ വന്നു. വിദേശ രാജ്യങ്ങളിലൊരു കൺസെപ്റ്റ് ഉണ്ട്, പിക്ക് യുവർ ഓൺ അല്ലെങ്കിൽ യു പിക്ക് ഫാംസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഉപഭോക്താവിന് ആ ഉൽപ്പാദകൻ്റെ കൃഷിത്തോട്ടത്തിൽ നേരിട്ട് വിസിറ്റ് ചെയ്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് അവയുടെ വില കൊടുത്ത് സ്വന്തമാക്കുന്ന ഒരവസരം. അതുപോലെയുള്ള ഒരു സാഹചര്യമാണ് ഞങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് വാഴക്കൃഷി അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നത് ഇത് വാങ്ങേണ്ട കസ്റ്റമേഴ്സിന് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് ഇന്ന കൊല ഞങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഇന്ന പച്ചക്കറി അല്ലെങ്കിൽ ഇന്ന പടവലം എന്താണ് ഉൽപ്പന്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നം ഞങ്ങൾക്ക് വേണമെന്ന് കണ്ട് നോക്കി വാങ്ങാനുള്ളൊരു അവസരം ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് വരിക, അവർക്ക് ഈ കുല അതിൻ്റെ പാകമായ അവസ്ഥയിൽ അവർക്ക് വെട്ടി നൽകി കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് അത് നേരിട്ട് കൊടുക്കുന്നു. ഇത് കൂടാതെ ബാക്കിയുള്ളത് ഞങ്ങൾ ഇവിടുത്തെ ലേലം ദിവസങ്ങളിൽ ലേലത്തിൽ വരുന്ന ആവശ്യക്കാർക്കും നൽകി വരുന്നു. വിത്തിനു വേണ്ടി മാത്രമായി ഒരു ചീരത്തോട്ടം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. പച്ചക്കറികളും പഴങ്ങളും വർഷം മുഴുവനും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യാനുള്ള പരിശ്രമത്തിലാണ് ഈ സ്ഥാപനം. പിക്ക് യുവർ ഓൺ. കടന്നുവരിക, നിങ്ങളുടെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യുക, ഒരു ഉല്ലാസ സഞ്ചാരമാകുക, ഇഷ്ടമുള്ള വിഭവങ്ങളും പച്ചക്കറി ചെടികളും സ്വന്തമാക്കുക, നിങ്ങളുടെ ഭവനം സുന്ദരമാക്കുക. വായ്ക്ക് രുചിയോടെ ഇഷ്ടഭക്ഷണം സുരക്ഷിതത്വ ബോധത്തോടെ നുണയുക. ആരോഗ്യവും ദീർഘായുസ്സും ഇവിടെ നിങ്ങൾക്കായുള്ള വാഗ്ദാനങ്ങൾ. കാർഷിക വാർത്ത. കണി കണ്ടുണരാനൊരു കുടംപുളി മരം. മധ്യകേരളത്തിൽ പാചകത്തിന് അനിവാര്യമായ ഒരു വിഭവമാണ് കുടംപുളി അഥവാ പിണർപ്പുളി. വീട്ടുമുറ്റത്തൊരു കുടംപുളി മരം ഒരനുഗ്രഹം തന്നെയാണ്.
4 വർഷം പ്രായമായ ഒരു പിണർമരം ഇതാ. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് കരിമ്പം ജില്ലാ ഫാമിൽ ഗ്രാഫ്റ്റ് തൈകൾ സുലഭമാണ്. വില 50 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ കൃഷിത്തോട്ടം, കരിമ്പം, തളിപ്പറമ്പ്, കണ്ണൂർ. ഫോൺ 0460 22031554.